ഹായ് ഓൾ വെൽക്കം ടു മെൻഡസ് കൊമേഴ്സ് അക്കാദമി. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 തുല്യത ബിസിനസ് സ്റ്റഡീസിൻ്റെ രണ്ടാമത്തെ പാഠത്തിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. മാനേജ്മെൻറ്റ് തത്വങ്ങളാണ് പറയുന്നത്. കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് നമ്മളിതിൽ പറയുന്നത്. നമുക്ക് മെയിനായിട്ട് 2 പേരുടെ പ്രിൻസിപ്പിൾസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് ഹെൻറി ഫയോൾ, എഫ് ഡബ്ല്യു ടൈലർ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദറാണ്. ഹെൻറി ഫയോൾ ഫാദർ ഓഫ് ജനറൽ മാനേജ്മെൻറ്റ്. അത് രണ്ടും മനസ്സിലാക്കി വെക്കണം. ഹെൻറി ഫയോളിൻ്റെ 14 തത്വങ്ങളും എഫ്.ഡബ്ല്യു. ടൈലറിൻ്റെ 5 തത്വങ്ങളും പിന്നെ കുറച്ച് സങ്കേതങ്ങളും മീൻസ് ടെക്നിക്സ് അതാണ് പഠിക്കേണ്ടത്. അതിൽ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് വേറൊരു വീഡിയോയിൽ, അത് വാച്ച് ചെയ്യാം. ഇതിൽ നമുക്ക് കുറച്ച് നോക്കാനുണ്ട്. മാനേജ്മെൻറ്റ് തത്വങ്ങളുടെ പ്രകൃതം ഏതെങ്കിലും ഒരു 3 പോയിന്റ് ഒക്കെ നോക്കിയാൽ മതി. 3 മാർക്കിനുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് മാക്സിമം അത് ചോദിക്കാറ്. എങ്ങനെയാണ് മാനേജ്മെൻറ്റ് തത്വങ്ങളുടെ പ്രകൃതം അല്ലെങ്കിൽ നേച്ചർ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ആഗോളതലത്തിലുള്ള പ്രായോഗികത. മാനേജ്മെൻറ്റ് തത്വങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ആഗോളതലം എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ഏത് തരം സ്ഥാപനങ്ങൾക്കും അനുയോജ്യമായവയാണ് മാനേജ്മെൻറ്റ് തത്വങ്ങൾ. അത് അതിൻ്റെ ഒരു നേച്ചറാണ്. ഇത് ഫീച്ചർ ചോദിച്ചാലും എഴുതാൻ പറ്റും, സവിശേഷത ചോദിച്ചാലും ഇത് എഴുതാം. അതിന് പൊതുമാർഗരേഖയാണ്, പ്രിൻസിപ്പിളാണ്. അപ്പോൾ പൊതുമാർഗരേഖകളാണ്, പ്രവർത്തനങ്ങൾക്കുള്ള പൊതുമാർഗരേഖകളാണ് മാനേജ്മെൻറ്റ് തത്വങ്ങൾ. സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അവയെ ഉപയോഗിക്കുക എന്നതാണ് മാനേജർമാരുടെ കർത്തവ്യം. ഇനി അയവുള്ളതാണെന്ന് പറയുന്നു 4ാമത്തെ പോയിന്റ്. എളുപ്പമുള്ള പോയിന്റ്സ് പഠിച്ചു വയ്ക്കുക. അയവുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാനേജ്മെന്റിന്റെ തത്വങ്ങൾ ഒരു സയൻസിന്റെ പ്രിൻസിപ്പിൾ പോലെ റിജിഡ് അല്ല, മാറ്റാൻ പറ്റാത്തതല്ല, അയവുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഡീൽ ചെയ്യുന്നത് മനുഷ്യന്മാരെയാണ്, ഹ്യൂമൻ റിസോഴ്സസിനെയാണ്. അപ്പോൾ നമുക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ സാമൂഹ്യ സ്ഥിതിഗതികൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുക നമ്മുടെ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മാനേജ്മെന്റ് തത്വങ്ങൾ എന്ത് ചെയ്യും? പുതുക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതന്നെ റിസൾട്ട് എന്നില്ല, ഇതന്നെ തത്വം എന്നില്ല, മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു 3 പോയിന്റ്. പിന്നെ സാഹചര്യത്തെ ആശ്രയിച്ചിട്ടുള്ളത് ഒരു 7ാമത്തെ പോയിന്റ്, അതും പഠിച്ചു വെക്കാൻ പറ്റും. മാനേജ്മെന്റ് തത്വങ്ങൾ നമ്മൾ ഉപയോഗിക്കുക സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ്, ഓരോ ഓർഗനൈസേഷൻ്റെയും സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു തത്വം നമ്മൾ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഫീച്ചർ ചോദിച്ചാലും സവിശേഷതകൾ ചോദിച്ചാലും പ്രകൃതം ചോദിച്ചാലും നിങ്ങൾക്കിത് എഴുതാം. ഇനി മാനേജ്മെന്റ് തത്വങ്ങൾ പ്രധാനപ്പെട്ടതാണോ? പ്രാധാന്യം എന്താണെന്നാണ് പറയുന്നത്. ഇതിൽ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജർമാർക്ക് ആവശ്യമായ ഉൾക്കാഴ്ച നൽകുന്നതിനെ സഹായിക്കുന്നുണ്ട്. നല്ലൊരു തത്വങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? മുൻപ് ചെയ്ത കാര്യങ്ങളെയൊക്കെ വിശകലനം ചെയ്യും, അവരെന്ത് ചെയ്യും? തെറ്റുകൾ തിരുത്തും, പിന്നീട് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ നേരിടുന്നതിനൊക്കെ മാനേജർമാരിനെ ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 4ാമത്തെ പോയിന്റ് നോക്കാം. മാറുന്ന പരിതസ്ഥിതികളെ നേരിടാൻ സഹായിക്കും. നമ്മുടെ പരിതസ്ഥിതികൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കും. ബിസിനസിന്റെ പരിതസ്ഥിതി അല്ലെങ്കിൽ ബിസിനസ് നിൽക്കുന്ന സ്ഥലം, ബിസിനസ്സിന് നമ്മുടെ ഗവൺമെന്റ് മാറി വരുന്നു, ടാക്സ് റേറ്റുകൾ മാറി വരുന്നു, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റുകൾ മാറി വരുന്നു, പലിശ നിരക്കുകളിൽ വരുന്ന വ്യത്യാസം, നമ്മുടെ രൂപയുടെ മൂല്യത്തിൽ വരുന്ന വ്യത്യാസം, ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പരിസ്ഥിതി. അപ്പോൾ ആ പരിസ്ഥിതിക്ക് അനുസരിച്ചിട്ട് നമ്മുടെ ഓർഗനൈസേഷനിലെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കാൻ ഏത് സഹായിക്കുന്നുണ്ട്? നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ സഹായിക്കുന്നുണ്ട്. പിന്നെ സാമൂഹിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കൽ. മാനേജ്മെന്റ് വേണ്ടതെല്ലാം സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ മാനേജ്മെന്റ് അതിന്റെ ഗുണമേന്മയുള്ള ഉൽപ്പന്നമാക്കി മാറ്റി ന്യായവിലയ്ക്ക് സമൂഹത്തിൽ വിതരണം ചെയ്യാനും ഏത് സഹായിക്കും? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ സഹായിക്കും. മാനേജ്മെന്റ് വിദ്യാഭ്യാസം, പരിശീലനം, ഗവേഷണം, കാര്യക്ഷമമായ പ്രവർത്തന മാനേജർമാരെ എന്ത് ചെയ്യും? പരിശീലിപ്പിക്കാനും മാനേജ്മെന്റ് മേഖലയിൽ ഗവേഷണം നടത്തുന്നതിന് എന്ന് വെച്ചാൽ റിസർച്ച് ചെയ്യുന്നതിനും വേണ്ട ജ്ഞാനം വികസിപ്പിക്കാൻ മാനേജ്മെന്റ് തത്വങ്ങൾ എന്ത് ചെയ്യും? സഹായിക്കും. ഇനി ടൈലറുടെ ശാസ്ത്രീയ മാനേജ്മെന്റ് ആണ്. എഫ്.ഡബ്ല്യു. ടൈലർ ആണ് ആ ശാസ്ത്രീയ മാനേജ്മെന്റിന്റെ പിതാവ് എന്ന് പറയുന്നത്. ആള് പറയുന്നത് തൊഴിലാളികൾ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, എന്നിട്ട് ഏറ്റവും നന്നായി ചെലവ് കുറഞ്ഞ രീതിയിൽ അവർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് എന്ത്? ശാസ്ത്രീയ മാനേജ്മെന്റിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. തൊഴിലാളികളിൽ നിന്ന് നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? അത് അവർ ചെയ്യുന്നുണ്ടോ നോക്കുക. അതെങ്ങനെയാണ് അവർ ചെയ്യേണ്ടത്? എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം, പക്ഷെ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ അവർ ചെയ്യണ്ടോ എന്ന് നോക്കുക. 4 പ്രിൻസിപ്പിൾസ് ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ശാസ്ത്രമാണ്, സ്വേച്ഛാരീതിയല്ല എന്ന് പറയുന്നു. മാനേജ്മെന്റ് സംബന്ധമായ തീരുമാനം എടുക്കുന്നത് സ്വേച്ഛാപരമാവരുത്, നമ്മുടെ ഇഷ്ടപ്രകാരം ആവരുത്. ശാസ്ത്രീയ ഗവേഷണ രീതി നമ്മൾ അവലംബിക്കണം. സയൻസ് ആണ്, അല്ലാതെ പരമ്പരാഗത രീതികളല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സൗഹാർദ്ദമാണ്, അഭിപ്രായ വ്യത്യാസമല്ല വേണ്ടത്. നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ എല്ലാ തൊഴിലാളികളും തമ്മിൽ എന്ത് വേണം? നല്ല സൗഹാർദ്ദം വേണം, എന്തെങ്കിലും നല്ല രീതിയിൽ അവിടെ വർക്ക് ചെയ്യുള്ളൂ.
തൊഴിൽ സ്ഥലത്ത് എന്ത് വേണം? സൗഹാർദ്ദപരമായിട്ടുള്ള സാഹചര്യം വേണം. അവിടെ വഴക്കും ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനും അത് ബാധിക്കും. അഭിപ്രായ വ്യത്യാസമല്ല വേണ്ടത്, സൗഹാർദ്ദമാണ് വേണ്ടതെന്ന് പറയുന്നു. വ്യക്തിഗത താല്പര്യങ്ങളെക്കാൾ പ്രധാനം ഏതാണ്? സഹകരണ മനോഭാവമാണ് വേണ്ടത്. കാരണം നമ്മൾ ഓരോരുത്തരും വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ താല്പര്യം മാത്രമല്ല, ഒരു സഹകരണ മനോഭാവത്തോടു കൂടെ വർക്ക് ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷൻ്റെയും കൂടെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. പിന്നെ ഓരോ വ്യക്തിയുടെയും വികാസം കൂടെ ടൈലർ പറയുന്നുണ്ട്. ഓരോ തൊഴിലാളിക്കും തന്റെ പരമാവധി കാര്യക്ഷമത പുറത്തെടുക്കുവാൻ സാധിക്കണം. അതിനുള്ള അന്തരീക്ഷം സ്ഥാപനത്തിൽ ഒരുക്കുകയും തൊഴിൽ സാഹചര്യങ്ങൾ അതിനനുകൂലമായിട്ട് എന്ത് ചെയ്യണം? മെച്ചപ്പെടുകയും വേണമെന്ന് പറയുന്നുണ്ട്. ഇനി ഈ ശാസ്ത്രീയ മാനേജ്മെന്റ് തന്ത്രങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രീയ മാനേജ്മെന്റ് സങ്കേതങ്ങൾ അല്ലെങ്കിൽ ടെക്നിക്, നമ്മൾ പറഞ്ഞു ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എപ്പോഴും ചോദിക്കും, വരച്ചെഴുതാൻ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് കാണുക. പിന്നെ വേറെ ടെക്നിക്കുകളാണ് എന്ത്? ജോലിയുടെ നിലവാരവൽക്കരണവും ലളിതവൽക്കരണവും. ഓരോ ജോലിക്കും എന്ത് കൊണ്ടുവരിക? നിയന്ത്രണം കൊണ്ടുവരിക, നിലവാരം കൊണ്ടുവരിക. നിലവാരം കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ വർക്കുകളൊക്കെ അത്രയും നന്നാവും. അതിനനുസരിച്ച് എന്ത് ചെയ്യും? ജോലിക്കാരനെ നമ്മൾ നിയന്ത്രിക്കുക, ലക്ഷ്യത്തിൽ എത്തിക്കുക. രീതി പഠനം, ഏത് രീതിയിൽ ചെയ്താലാണ് ഏറ്റവും പെട്ടെന്ന് വർക്ക് കഴിയുക, ഏറ്റവും ലാഭകരമാവുക എന്ന് കണ്ടുപിടിക്കുന്നതാണ് എന്ത്? എന്നിട്ട് ആ രീതിയിൽ വർക്ക് ചെയ്യാണ് എന്ത്? രീതി പഠനം. ചലന പഠനം എന്ന് വെച്ചാൽ തൊഴിലാളികളുടെയും ജോലി നിർവഹണത്തിൽ വേണ്ടി വരുന്ന പോക്കുവരവുകളെ കുറിച്ചുള്ള പഠനം എന്ന് വെച്ചാൽ ചലനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? റോ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഫാക്ടറിയിൽ നിന്ന് ഗേറ്റിന് പുറത്ത് പോവുക, അല്ലെങ്കിൽ ഓരോ സാധനങ്ങൾ എടുക്കാൻ ഓരോ ഗോഡൗണിൽ പോവുക, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. അനാവശ്യമായിട്ടുള്ള ചലനങ്ങളൊന്നും പാടില്ല. നമ്മുടെ പ്രൊഡക്ഷനെ തടസ്സപ്പെടാനോ അതോ അനാവശ്യമായിട്ട് റോ മെറ്റീരിയൽ എടുക്കാൻ അങ്ങോട്ട് പോയി, പാർട്സ് എടുക്കാൻ ഇങ്ങോട്ട് പോയി, അതൊന്നും വരരുത്. എല്ലാം സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള ചലനങ്ങളൊക്കെ മാറ്റുക. സമയപഠനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജോലി നിർവഹിക്കാൻ വേണ്ടി വരുന്ന ഏറ്റവും ചുരുങ്ങിയ സമയം എത്രയാണ്, ആ സ്റ്റാൻഡേർഡ് സമയം തീരുമാനിക്കുന്നതാണ് ഇത് സമയപഠനം. ക്ഷീണപഠനം എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യന്മാരാണ്, മനുഷ്യന്മാർക്ക് എന്ത് വേണം? റെസ്റ്റ് വേണം. കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തായിരിക്കും അവസ്ഥ? അവരുടെ ഹെൽത്തിനെ അത് ബാധിക്കും. അപ്പൊ എത്ര നമ്മൾ അവർക്ക് റെസ്റ്റ് കൊടുക്കണം, ബ്രേക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് എന്ത്? ക്ഷീണപഠനം. വ്യത്യസ്ത കൂലി നിരക്ക് സമ്പ്രദായം, അതൊന്ന് പഠിച്ചു വെച്ചോളൂ, 2 മാർക്കിന് ചിലപ്പോൾ ചോദിക്കാം. വ്യത്യസ്ത കൂലിയാണ്. നന്നായി വർക്ക് ചെയ്യുന്നവർക്ക് നമ്മളൊരു സ്റ്റാൻഡേർഡ് വെക്കും. ഒരു 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിക്കും സ്റ്റാൻഡേർഡ്. ആ സ്റ്റാൻഡേർഡിന് മുകളിൽ പോയവർക്ക് ഹയർ പീസ് റേറ്റ് കൊടുക്കും. സ്റ്റാൻഡേർഡിന് കുറവ് വന്നവർക്ക് എന്തായിരിക്കും? ലോവർ പീസ് റേറ്റ്. അതാണ് വ്യത്യസ്ത കൂലി നിരക്ക് സമ്പ്രദായം. ഇന്നത്തെ കാലത്തൊക്കെ നമ്മൾ ടൈം റേറ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ കൂലി എന്നാണ്. പക്ഷെ അതല്ല ടൈലർ പറയുന്നത് എന്താ? വ്യത്യസ്ത കൂലി നിരക്കാണ്. സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും. ആ സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്തവർക്ക് ഹയർ സാലറി കൊടുക്കും, അല്ലാത്തവർക്ക് എന്താണ്? ലോവർ ആയിട്ടുള്ള പേ റേറ്റേ കൊടുക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഹെൻറി ഫയോളിന്റെ 14 തത്വങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് പഠിക്കാനുണ്ട്. അത് ചിലപ്പോൾ ചോദിക്കാം. കുറച്ച് കാലങ്ങളൊക്കെ ആയിട്ട് എസ്സേ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ പിന്നെ കുറച്ചൊന്ന് മാറ്റി മാസത്തിലൂടെ തിയറി, ഉദ്യോഗവൽക്കരണം അതൊക്കെ ആയിട്ട് ഫോക്കസ് വരുന്നുണ്ട്. എന്നാൽ ഇതൊന്ന് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കേണ്ട ഭാഗമാണ്. ഒന്നാമത്തെയാണ് തൊഴിൽ വിഭജനം. ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു വർക്ക് മുഴുവനായിട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരാളിനെ ഒരു മുഴുവൻ വർക്ക് എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. ആ ഒരു ജോലിനെ എന്ത് ചെയ്യുന്നു? പല ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നു. എന്നിട്ട് ഓരോ തൊഴിലാളിക്കും എന്ത് കൊടുക്കുന്നു? ഓരോ ഭാഗം അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പ്രോസസ്സിലൂടെയാണ് കടത്തി വരുന്നത്. ഇപ്പോൾ പാക്കിംഗ് ഉണ്ടായിരിക്കും, പ്രൊഡക്ഷനിൽ കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും, റോ മെറ്റീരിയൽസ് കൊണ്ട് അസംബിൾ ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. എന്ത് ചെയ്യുന്നു? എല്ലാം ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ പാക്കേജിങ്ങിൻ്റെ ഭാഗം ഒരാൾക്ക്, സീലിങ്ങിൻ്റെ ഭാഗം ഒരാൾക്ക്, അത് ഡിസ്പാച്ച് ചെയ്യുന്നത് വേറെ ആൾ, അങ്ങനെ സെക്ഷനായിട്ട് എന്ത് ചെയ്യുന്നു? തിരിക്കണം. അപ്പോൾ നമ്മൾ ഓരോ വർക്കറും അവർ ചെയ്യുന്ന ഏരിയയിൽ എന്തായാലും മാറും? എക്സ്പേർട്ടായിട്ട് മാറും. അതാണ് തൊഴിൽ വിഭജനം. അധികാരം, ഉത്തരവാദിത്തം. അധികാരം എന്ന് വെച്ചാൽ എന്താ? കൽപ്പന നൽകുക അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകാനുള്ള അവകാശത്തെ അധികാരം എന്ന് പറയും. അനുസരിപ്പിക്കാനുള്ള ശേഷിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അധികാരം. കൽപ്പന നൽകാനും ആ അതോറിറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ ആർക്ക് എന്തുണ്ട്? സ്കൂളിലെ പ്രിൻസിപ്പളിന് എന്തുണ്ട്? അതോറിറ്റി ഉണ്ട്. ആൾക്ക് എന്താ പറയാ, കൽപ്പന നൽകാനും അത് നമ്മളെ കൊണ്ട് അനുസരിപ്പിക്കാനുള്ള അവകാശം ആ വ്യക്തിക്കുണ്ട്. അത് ചെയ്യാനുള്ളത്, ആ ജോലി നിർവഹിക്കാനുള്ള ബാധ്യതയാണ് എന്ത്? ഉത്തരവാദിത്തം. അതോറിറ്റി എന്ന് വെച്ചാൽ അധികാരം. ഒരു ജോലി ചെയ്യിപ്പിക്കാനുള്ള അവകാശം, അനുസരിപ്പിക്കാനുള്ള ശേഷിയും, നിർവഹിക്കാനുള്ള ബാധ്യതയാണ് എന്ത്? ഉത്തരവാദിത്തം. അച്ചടക്കം എന്താ? അനുസരണം, അധികാരികളോടുള്ള ബഹുമാനം, നിയമങ്ങളുടെ പാലനം. അപ്പോൾ നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് റൂൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കണം, നമ്മുടെ സീനിയേഴ്സിനെ നമ്മൾ ബഹുമാനിക്കണം, അനുസരിക്കണം. ഇപ്പോൾ എന്നാലാണ് നമ്മുടെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുള്ളൂ? നന്നായിട്ട് പോവുള്ളൂ.
നാലാമത്തെ ആജ്ഞ ഐക്യം. ചിലപ്പോൾ ഇതെടുത്ത് ചോദിക്കാറുണ്ട്. ആജ്ഞ ഐക്യം, യൂണിറ്റി ഓഫ് കമാൻഡ്. ഒന്നിൽ കൂടുതൽ മേലാധികാരികളുടെ നിർദ്ദേശങ്ങൾ ഒരേ സമയം പാലിക്കുക എന്നത് അസാധ്യമാണ്. അപ്പം നിങ്ങളുടെ അടുത്ത് ഒരുപാട് പേര് വന്നിട്ട് നിർദ്ദേശങ്ങൾ തരാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വ്യക്തമായിട്ട് അതിൻ്റെ വർക്ക് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റില്ല. അപ്പം അതൊരു എന്താ ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ സംഭവിച്ച ജോലി തൊഴിലാളിക്ക് എന്ത് തോന്നും, ജോലി കൃത്യസമയത്ത് ചെയ്തു തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു മേലധികാരിയുടെ അടുത്ത് നിന്ന് മാത്രം നിർദ്ദേശം സ്വീകരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആജ്ഞ ഐക്യം എന്ന് പറയുന്നത്. തെറ്റരുത്. അടുത്തതാണ് മാർഗനിർദ്ദേശ ഐക്യം. ഒരു ലക്ഷ്യത്തോടു കൂടിയ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്ലാനും ഒരു തലവനും വേണം. എന്നുവെച്ചാൽ ഒരു ലക്ഷ്യം, ആ ലക്ഷ്യത്തിനെ നയിക്കാൻ ഒരു പ്ലാൻ, ഒരു തലവൻ. സ്ഥാപനത്തിലെ എല്ലാ ആളുകളുടെയും അധ്വാനം ഒരു പൊതു ലക്ഷ്യം വെച്ചുള്ളതായിരിക്കണം. ഒരു വൺ പ്ലാൻ വൺ ഹെഡ്. ഒരു ലക്ഷ്യം, ഒരു പ്ലാനേ പാടുള്ളൂ, അതിന് ഒരു തലവനെ പാടുള്ളൂ എന്ന് പറയുന്നതാണ് ഇത് മാർഗനിർദ്ദേശ ഐക്യം. ഒരാളുടെ അടുത്ത് നിന്ന് മാത്രം നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുന്നതാണ് ആജ്ഞ ഐക്യം. മാറരുത്, അത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. വ്യക്തി താല്പര്യത്തിനും പൊതു താല്പര്യത്തിനും വിധേയമാക്കുക. ഓരോ ആളുകളുടെയും വ്യക്തിഗതമായിട്ടുള്ള താല്പര്യങ്ങളെക്കാൾ പ്രധാനം ആർക്കാ വേണ്ടത്, നമ്മുടെ സ്ഥാപനത്തിന്റെ താല്പര്യത്തിന് നൽകണം. തൊഴിലാളികളുടെ പ്രതിഫലം എങ്ങനെ കൊടുക്കണം, തൊഴിലാളികൾക്ക് ഏറ്റവും നീതി പുലർത്തിക്കൊണ്ട് എന്ത് വേണം നമ്മൾ അവരുടെ വേതനം കൊടുക്കാൻ, സ്വീകാര്യമായിട്ടുള്ള പ്രതിഫലം വേണം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവരെ പണിയെടുപ്പിക്കാൻ മാത്രമല്ല, അവരുടെ പ്രതിഫലം എന്താണ്, ഒരു മോട്ടിവേഷനാണ് അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നല്ല രീതിയിൽ അവർക്ക് കൊടുക്കണം. കേന്ദ്രീകരണം, വികേന്ദ്രീകരണം. പിന്നെ ചോദിക്കുന്നതാണ് കേന്ദ്രീകരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും മീൻ ചെയ്യേണ്ടത്. കേന്ദ്രം, ഒരു വൃത്തം വരച്ച് അതിനൊരു സെന്റർ പോയിന്റ് ഇട്ടു കേന്ദ്രീകരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ, ഉന്നതതല മാനേജ്മെന്റിൽ നിലനിർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കേന്ദ്രീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ തീരുമാനം എടുക്കുന്നതിനുള്ള അധികാരം ആർക്കും കൂടെ കൊടുക്കുകയാണ്, കീഴ്ത്തല മാനേജ്മെന്റുകൾക്ക് കൂടെ നൽകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. പൂർണ്ണമായ കേന്ദ്രീകരണമോ വികേന്ദ്രീകരണമോ എന്ത് പാടില്ല, ഒരു സ്ഥാപനത്തിന് ഗുണകരമല്ല എന്നാണ് പറയുന്നത്. കേന്ദ്രീകരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസിഷൻ എടുക്കാനുള്ള അധികാരം ഒരു ടോപ്പ് മാനേജ്മെന്റിൽ മാത്രം. നമ്മൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് പഠിച്ചു. വികേന്ദ്രീകരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അധികാരം ഒരു ബിസിനസ്സിൽ പുതിയ തീരുമാനം എടുക്കുമ്പോൾ മറ്റുള്ളവരെയും കൂടി കൺസിഡർ ചെയ്യുന്നതാണ് എന്ത്, വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. അടുത്ത പ്രിൻസിപ്പിളാണ് സ്കേലാർ ചെയിൻ. ഇമ്പോർട്ടൻ്റ് ആണ്. മേലാധികാരി മുതൽ ജീവനക്കാരൻ വരെ നീളുന്ന അധികാര ഉത്തരവാദിത്വ ശ്രേണിയാണ് എന്ത്, സ്കേലാർ ചെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെയാണ് എന്ത് ചെയ്യണം, ഔദ്യോഗികമായിട്ടുള്ള ആശയവിനിമയം നടക്കുന്നത്. ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. സ്കേലാർ ചെയിൻ എടുത്ത് ചോദിച്ചിരുന്നു മോഡൽ എക്സാമിന്. ക്രമം. ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികൾക്കും ഉപകരണങ്ങൾക്കും വസ്തുക്കൾക്കും കൃത്യമായ സ്ഥലം വേണം, അത് അവിടെ തന്നെ ഉണ്ടാവുകയും വേണം. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഓർഡർ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ സുഖമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്, ഒരു ഓർഗനൈസേഷനിൽ എല്ലാ കാര്യങ്ങൾക്കും എന്ത് വേണം, ഒരു ക്രമം വേണമെന്നാണ് പറയുന്നത്. തുല്യത. എല്ലാ തൊഴിലാളികൾക്കും ഒരേ പരിഗണന വേണം, അവിടെ ആരെയും വേർതിരിച്ച് കാണാൻ പാടില്ല, യാതൊരു തരത്തിലുള്ള വിവേചനം ഉണ്ടാവാൻ പാടില്ല. ജോലി സ്ഥിരത. എംപ്ലോയീസിന് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യരുത്, പിരിച്ചുവിട്ടുകൊണ്ടേ ഇരിക്കരുത്. അവർക്ക് ഒരു കുറച്ചു കാലമെങ്കിലും അവരെന്ത് വേണം, അവിടെ വർക്ക് ചെയ്യണം. അദ്ദേഹത്തിന്റെ പരമാവധി പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുള്ളൂ ഒരു നല്ലൊരു എൻവയോൺമെന്റ് കിട്ടിയാൽ മാത്രമല്ല. അത് എപ്പോഴെപ്പോഴും തൊഴിലാളികളെ മാറ്റാനും ഇരുന്നാലും അതുപോലെ നമ്മുടെ ഓർഗനൈസേഷനും ബാധിക്കും. പിന്നെ പുതിയൊരാൾ വരണം, ആളെ കൊണ്ട് എന്ത് ചെയ്യണം, വർക്ക് പഠിക്കണം, അങ്ങനെ അത് പോവും. മുൻകൈ എടുക്കൽ. സ്വയം താല്പര്യത്തോടെ ഒരു തൊഴിലാളിയും ജോലി എടുക്കുന്നതിനുള്ള അന്തരീക്ഷം ഉണ്ടാവണം. അപ്പോൾ എന്തെങ്കിലും ഒരു പുതിയൊരു വർക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മുടെ എംപ്ലോയി മുന്നോട്ട് വരാനായിട്ട് പറ്റണം, ഇനീഷ്യേറ്റീവ് എടുത്ത് വരാൻ പറ്റണം. അവൻ സ്വയം പ്രചോദിതരായാൽ മാത്രമേ നമുക്കതിന് സാധിക്കുള്ളൂ. അതിനാൽ അന്തരീക്ഷം ഒരുക്കുകയാണ് മാനേജ്മെന്റ് ചെയ്യേണ്ടത്. ഐക്യമാണ് ബലം. ലാസ്റ്റ് പ്രിൻസിപ്പിൾ ആണ്. എല്ലാവരും ഒരു ടീമായിട്ട് പ്രവർത്തിക്കണം. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും എന്ത് ചെയ്യണം, ഒരു ടീമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതാണ് ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ്. ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ സ്കേലാർ ചെയിൻ, ആജ്ഞ ഐക്യം, മാർഗനിർദ്ദേശ ഐക്യം, കേന്ദ്രീകരണം, വികേന്ദ്രീകരണം, അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. നന്നായി പഠിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.